നമ്മള് കൂർഗിലേക്ക് പോവല്ലേ, വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ എല്ലാം ഫ്രഷ് ആവാൻ സമയം 3:21 ഓൺ ദ വേ. നമ്മളെ അക്ഷരം വെച്ചുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന് അക്ഷരം അറിയില്ല, ഇവന് മലയാളം അറിയില്ല. അപ്പൊ ഇപ്പൊ പുലർച്ചെ 6 മണിയായി. പറന്ന് എപ്പോഴാ തനിച്ച പുറപ്പെട്ടെ? എപ്പോഴാ നമ്മള് കറക്റ്റ് ഒരു 3 മണിയൊക്കെ ആയപ്പോ പോകുന്നു. പക്ഷേ 3 മണിക്ക് പോകുന്നല്ലേ? 3 മണിയൊക്കെ ആയപ്പോ പോകുന്നത്. അതിനിടയില് നമ്മള് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് വീണ്ടും പോവാണ്. ഇനിയിപ്പോ 2.5 മണിക്കൂറും കൂടി യാത്ര ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാല് കൂർഗിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂമൊക്കെ എടുത്ത് അപ്പൊ ഇനി നമ്മളിപ്പോ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ നമ്മള് ടിബറ്റൻ സംസ്കാരങ്ങൾ എങ്ങനെയൊക്കെയാന്നൊക്കെ പരിചയപ്പെടാം. ഓക്കെ, എല്ലാ സംഭവങ്ങളും നമുക്ക് അത് വെച്ച് കൂർഗില് ടിബറ്റൻ ക്ഷേത്രത്തിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അതിന്റെ പാർക്കിംഗ് ഏരിയ നമ്മുടെ ടീമൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ ഈ യാത്രയുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് യാത്രകൾ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മളൊരു വ്ലോഗ് ആക്കിയിട്ടില്ല. അതിന്റെ ചെറിയ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുള്ളൂ. നമ്മൾ ഈ യാത്രയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സുകളിൽ നന്നായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ശരീരത്തിന് മാത്രം കൊടുത്താൽ പോരാ, നമ്മളെ മനസ്സിനെയും നമ്മൾ ഉണർത്തേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫിസിക്കലി ഫിറ്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ളത്, നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് മെന്റൽ ഹെൽത്തിനെ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ധ്യാനങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് അനവധി കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് നമ്മുടെ യാത്ര. യാത്രയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നമ്മളെ മൈൻഡിനെ റീഫ്രഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ശരീരത്തിന് കൊടുക്കുന്നതേ പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഉണർത്തണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം. അപ്പൊ നമ്മള് ആദ്യത്തെ സ്ഥലത്തേക്ക് നമുക്ക് പോയി നോക്കാം, എങ്ങനെയൊക്കെയുണ്ട് നമ്മള് ടിബറ്റൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ,
കണ്ടു കഴിഞ്ഞു, ഗോൾഡൻ ടെമ്പിൾ കണ്ടു. ഇനി നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ടീമായിട്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത സ്പോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ പ്ലാനിങ് ഒക്കെ ശരിയായ രീതിയിൽ നടക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്പോട്ട് അത് നമ്മള് ഗോൾഡൻ ടെമ്പിളിൽ നിന്നും അടുത്ത സ്പോട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, നമ്മള് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഉള്ളിൽ ശക്തിയിലുള്ള ഒരു യാത്രയാകണം ഓരോ നിമിഷവും എന്ന് പ്രത്യേകം ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഓരോ യാത്രയിലും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ കഴിയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മൾ ഈ ഒരു ക്ലബിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മാർഷൽ ആർട്സിന്റെ ഒരു മാർഗത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയങ്ങൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു. ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഫിസിക്കലി നമ്മുടെ ശരീരം ടയർഡ് ആവുന്ന സമയത്ത് മെന്റലി നമ്മുടെ ശരീരം ഡിപ്രഷൻ അടിച്ച് ഒരുപാട് പ്രയാസങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഡിപ്രഷനൊക്കെ കൂടി നമ്മൾ എത്രയോ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ ശാന്തമാക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം, ഏതെങ്കിലും ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് മാർഷൽ ആർട്സിന്റെ മാർഗത്തിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഒരു പഞ്ച് ചെയ്യാൻ അറിയുക, ഒരു കിക്ക് ചെയ്യാൻ അറിയുക, ഒരു പ്രതിരോധം തീർക്കാൻ അറിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിലേറെ ഏറ്റവും ഉപരി സന്തോഷത്തോടെ മനസ്സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ മനസ്സുകളിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഏത് നിമിഷത്തും നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങളെ മനസ്സിന് സത്യം നിന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നുന്ന ഏറ്റവും നല്ലൊരു നിമിഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ ജീവിക്കാൻ കഴിയണം. ഓക്കെ, നമ്മുടെ ലൈഫിന് എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം വേണം. ഫിസിക്കലി ഫിറ്റ് ആവുക എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും വിചാരിക്കുന്ന ഒരു സംഗതി ശരീരത്തില് സിക്സ് പാക്ക് വരുത്തുക, ശരീരത്തിന് ഒരുപാട് മൂർച്ച കൂട്ടുക, ശക്തി കൂട്ടുക എന്നുള്ള ഒരുപാട് സങ്കല്പങ്ങളാണ് ഇവരുടെ തെറ്റായ ധാരണ ഒരുപാട് ആളുകളിലുണ്ട്. അതെല്ലാം മാറ്റി നമ്മുടെ ശരീരത്തിനെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും നമ്മൾ ശക്തിപ്പെടുത്താൻ വേണ്ടി തയ്യാറാവണം. ഏറ്റവും നല്ല ശക്തിയുള്ള ഒരു മനസ്സിന് മാത്രമേ ഏറ്റവും നല്ല ശക്തിയുള്ള ശരീരത്തിന് ഊർജം നൽകാൻ കഴിയുള്ളൂ. ഓക്കെ, ബുദ്ധിയും ശക്തിയും അതുപോലെ നമ്മുടെ മനസ്സും എല്ലാം ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനും നമ്മളാൽ കഴിയണം. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏത് മാർഷൽ ആർട്സുകളായാലും ഏത് ഇവന്റുകളായാലും ലോകത്തെ ശക്തി നൽകുന്ന എല്ലാ ഇവന്റുകളും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു ശക്തി വരുന്ന സമയത്താണ്. ഓക്കെ, മനസ്സ് എന്ന് പറയുന്ന ആ ശക്തിയെ നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. ഓരോ വിദ്യാർത്ഥികളും ഓരോ പഠിതാക്കളും ഓരോ സംഗതികൾ പഠിക്കുന്ന സമയത്ത്
നിങ്ങളുടെ മനസ്സിനെയും കൊണ്ടുവരാം. നമ്മുടെ ക്ലാസ്സുകളിലേക്കൊക്കെ ഏത് സമയങ്ങളിലും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു വിചാരം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ വേണം. ഓക്കെ, ഓരോ മാർഷൽ ആർട്സിനും അതിൻ്റെ ഒരു തൊട്ടുകൊണ്ട് അത് പാലിക്കാൻ ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാവണം. നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളെ ശിഷ്യന്മാര്, നിങ്ങൾ ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടാക്കണം. നിങ്ങൾ ഓരോ ആളുകളും ഒരു വർഷത്തിൽ 10 കുട്ടികളെ വീതം നിങ്ങൾ പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ നിങ്ങൾ 10 പേരുണ്ടെങ്കിൽ 100 പേര് ഒരു വർഷത്തിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റും. ആ 100 വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല മനസ്സും ശരീരവും ഉണ്ടാവാൻ കഴിയണം. ഓക്കെ, 100 വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ശരീരവും മനസ്സും ഉണ്ടാകാൻ പറ്റണം. അതല്ലാതെ നമ്മൾ 100 വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുകയാണ്, അവരെ ഫിസിക്കലി മാത്രം സ്ട്രെങ്ത് ആക്കുക, മാനസികമായിട്ട് അവരെ സ്ട്രെങ്ത് ആക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പോഴും നമ്മൾ ശിഷ്യന്മാർക്ക് ഒരുപാട് ഒരു കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് ഫിസിക്കലി അയാൾ സ്ട്രോങ് ആവുന്നതോടുകൂടെ അയാളെ മെന്റലി സ്ട്രെങ്തും ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ കഴിയണം. കാരണം ഒരാളെ എല്ലാ കാര്യങ്ങളിലും അയാളെ പറയും, അയാളെ മനസ്സ്, അയാളുടെ ശരീരം ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു രൂപത്തിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. ഒരാൾ ഒരു വർഷം 10 കുട്ടികളെയാണ് വാർത്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, അവരെ കായികപരമായിട്ടാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ ഏത് സമയത്തും എല്ലാ ഡിഫൻസുകളും പഠിപ്പിച്ച് അവരെ ഏറ്റവും നല്ല പ്രതിരോധ മുറകൾ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മനസ്സിനെയും വാർത്തെടുക്കാൻ കഴിയും. ഏറ്റവും നല്ല മനസ്സിനെ നിങ്ങൾ വാർത്തെടുക്കാൻ ഒരു കുട്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല, നിങ്ങളൊരു കോച്ച് എന്നുള്ള നിലയിൽ ഓരോ കുട്ടികൾക്കും എപ്പോഴും നൽകേണ്ട ഒരു കാര്യം, ഏത് സമയങ്ങളിലും നിങ്ങൾ അവരിലേക്ക് എത്തണം. എപ്പോഴാണ് ഒരു കോച്ച്, എപ്പോഴാണ് ഒരു അധ്യാപകൻ, എപ്പോഴാണ് ഒരു ടീച്ചർ ഏറ്റവും നല്ല ടീച്ചർ ആവുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ടീച്ചർ ആവുന്നത് ആ അധ്യാപകൻ തന്റെ കുട്ടികളിലേക്ക് ചെന്നിറങ്ങുമ്പോഴാണ്. ഓക്കെ, ഏറ്റവും നല്ല ടീച്ചർ, ബെസ്റ്റ് ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് നമുക്ക് പറയാൻ കഴിയണം, കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു അധ്യാപകനായിരിക്കും. കുട്ടികളെ എല്ലാ രീതിയിലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളതാണ്. ഓക്കെ, എപ്പോഴും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ അയാൾ ജീവിതത്തിൽ ഒരുപാട് കുട്ടികൾക്ക് പൂർണ്ണ ജന്മം നൽകിയ പോലെയാണ്. ഒരുപാട് കുട്ടികൾ വളരെ പ്രയാസത്തില് ഒരു കുട്ടി ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ആ വിദ്യാർത്ഥിയുടെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അയാൾ ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും ആ വിദ്യാർത്ഥി മാനസികമായ മെന്റൽ പവർ ഒരിക്കലും അയാൾക്ക് ഉണ്ടാകുന്നില്ല. ഏറ്റവും കൂടുതലായിട്ട് മാസ്റ്റേഴ്സ് അധ്യാപകർ ഏത് സമയത്തും വിദ്യാർത്ഥികളുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഉണ്ടാവും. എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും നല്ല അടുപ്പം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള അനുഭവമാണ്. ഓക്കെ, കായികപരമായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ നമ്മളെ മനസ്സിനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വർഷങ്ങളോളം പ്രാക്ടീസ് ഉള്ള ഒരുപാട് വർഷങ്ങളോളം പ്രാക്ടീസ് ഉള്ള നിങ്ങളെ മനസ്സിനെ ഒരിക്കലും നിങ്ങളെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത രീതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ കുട്ടികളുമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളെ കുട്ടികളുമായിട്ട് ഒരിക്കലും എന്താ പറയാ
മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ശേഷിയില്ലെങ്കിൽ എപ്പോഴും നിങ്ങളൊരു അധ്യാപകനാകണം. ഏറ്റവും നല്ല ഒരു അധ്യാപകനായി മാറാൻ വേണ്ടി ജീവിതത്തിൽ ശ്രമിച്ചുകൊണ്ടേ ബെസ്റ്റ് ടീച്ചർ ഞാൻ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളെ കുട്ടികളുടെ കൂടെ കുട്ടികളെ മനസ്സിലാക്കി യാത്രകൾ ചെയ്യുന്നത് പോലെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആവാൻ വേണ്ടി ഏറ്റവും നല്ല ബെസ്റ്റ് ടീച്ചർ ആവാൻ വേണ്ടി കായികപരമായിട്ടുള്ള പരിശീലനങ്ങൾക്ക് പുറമെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. ഏറ്റവും സന്തോഷമുള്ള സ്ഥലമാകാം നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമുകൾ. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് റൂം നിങ്ങളുടേതാണ്. നമ്മളൊരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ അവർക്ക് തോന്നുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ നേരം അവർ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ ക്ലാസ് റൂമുകളാണ്. ഏറ്റവും കൂടുതൽ അവർ നമ്മുടെ ക്ലാസ് റൂമായിട്ടാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടേതാണ്. ആ ഒരു സ്ഥലത്തേക്ക് ഒരു കുട്ടിയെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ നമ്മുടെ ക്ലാസ്സിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം, ഒരു കരുതൽ, ഇതൊക്കെ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങളും അവരും തമ്മിലുള്ള അടുപ്പം കൂടും. മനസ്സിലാവുണ്ടോ? നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ശരത്തേട്ടനോടൊക്കെ ചോദിച്ചാൽ മതി, പല കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് ക്ലാസ്സുകൾ മിസ്സാവുന്ന സമയത്ത് പല പ്രയാസങ്ങൾ കൊണ്ടും അദ്ദേഹം ക്ലാസ്സിൽ വരാനൊക്കെ സമയം നമ്മൾ കൊടുക്കുന്ന ഏക ഒരു മരുന്ന് എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഏറ്റവും നല്ല മനസ്സിലേക്ക് ഏറ്റവും നല്ല വാക്കുകൾ പകർന്നു കൊടുക്കുക എന്നതാണ്. അപ്പൊ ഏറ്റവും നല്ല വാക്കുകൾ പകർന്നു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വാക്കുകൾ ഏതാണ്? ഏറ്റവും നല്ല വാക്കുകൾ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായത് എന്താണോ അതാണ് ഏറ്റവും വലിയ വാക്കുകൾ. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും വലിയ വാക്കുകൾ ഏതെന്ന് ചോദിച്ചാല് ആ കുട്ടികൾക്ക് എന്താണോ ആവശ്യം, ഒരു കുട്ടിക്ക് എന്താണോ ആവശ്യം അതാണ് ഏറ്റവും വലിയ വാക്കുകൾ. ആ വാക്കുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു അധ്യാപകരായി മാറുന്നത്. ഓക്കെ, ഏറ്റവും നല്ല വാക്കുകൾ ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല വാക്ക് ആ കുട്ടിക്ക് ഏറ്റവും അർഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വാക്കുകൾ ഓരോ അധ്യാപകരെ കയ്യിൽ നിന്നും ഓക്കെ, അപ്പോൾ മാത്രമേ ഏറ്റവും നല്ല പുതിയ അധ്യാപകന് ഓരോ അധ്യാപകരും പുതിയ അധ്യാപകർ ജന്മം നൽകുന്ന സമയത്ത് ഒരു പുതിയ കുട്ടി പുതിയ അറിവില് പുതിയ ജന്മം നൽകുക. ആ കുട്ടി ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിക്കും. ഓക്കെ, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് അറിയപ്പെടാൻ അതിലൂടെ വളരാൻ ആ കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ നല്ല കുട്ടികളായി വാഴാൻ നോക്കും. അധ്യാപകന്റെ മനസ്സിൽ പോലെ ഒരു തരത്തിലുള്ള ഇതിന്റെ പ്രവർത്തനങ്ങളോ ഒരു തരത്തിലുള്ള എന്താ പറയാ മറ്റുള്ള ഒരു എന്താ പറയാ ദുശീലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവരെപ്പോഴും മാതൃക കാണിക്കേണ്ട ആളുകളാണ്. എപ്പോഴും ഏറ്റവും നല്ല മാതൃക കാണിക്കേണ്ട അധ്യാപകരായിരിക്കണം. ഏറ്റവും നല്ല മാതൃക കാണിക്കേണ്ട അധ്യാപകരായിരിക്കണം. നമ്മളിവിടെ സ്കൂളുകൾ അതുപോലെ തന്നെ മാർഷൽ ആർട്സിന്റെ ക്ലാസ്സുകൾ അതുപോലെ ജിമ്മുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ ട്രെയിനിങ് സെന്ററിലേക്ക് വരികയാണ്. അപ്പൊ ഇവരൊക്കെ ഓരോ അധ്യാപകരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കുട്ടികളാകാൻ വേണ്ടി കഴിയും. ഏറ്റവും നല്ല കുട്ടികളാക്കാൻ വേണ്ടി ഓരോ അധ്യാപകർക്കും കഴിയും. അതിന് ഓരോ അധ്യാപകരും തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല സമൂഹത്തിൽ ഒരുപാട് നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മള് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണോ നമ്മുടെ കുട്ടികളുമായിട്ട് നമുക്ക് ഇടപഴകാൻ കഴിയുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ സമൂഹത്തിന് നേര് കാണിക്കേണ്ടതൊക്കെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏറ്റവും നല്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ആള്, ഏറ്റവും നല്ല പ്രവൃത്തി കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ആള്,
ഏറ്റവും നല്ല രീതിയിൽ അവന് എല്ലാ കാര്യങ്ങളും അവന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ. എല്ലാ കുട്ടികളും ഒരുപോലെ ആകണമെന്നില്ല, എല്ലാ കുട്ടികൾക്കും ഒരുപോലത്തെ കഴിവുകൾ ഉണ്ടായിക്കോണമെന്നില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവും. വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളെയും പുതിയ അധ്യാപകർ എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ കുട്ടികളെയും നമ്മൾ വാർത്തെടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ശ്രമിക്കണം. ഏറ്റവും നല്ല രീതിയിൽ പുതിയ അധ്യാപകരായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പുതിയ അധ്യാപകരാകുമ്പോൾ പുതിയ കുട്ടികളുണ്ട്. ഓരോ കുട്ടികളുടെയും മനസ്സിനെയും വാക്കുകളെയും ഏറ്റവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയാൻ ശ്രമിക്കുക. ഓക്കെ, ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാം. ഏറ്റവും കൂടുതൽ ഈ വിദ്യാർത്ഥിക്ക് എന്താണോ ആവശ്യം ആ വാക്കുകളായിരിക്കണം നിങ്ങളുടെ മേഖലയിൽ നിന്ന് വരാൻ വേണ്ടത്. അതായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ട തിയറി. ഓക്കെ, അപ്പൊ ഈ ലോകത്ത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ജോബ് സ്വയം ഉള്ളൊരു സ്വയം എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്കെപ്പോഴും ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഏറ്റവും നല്ല തൊഴിൽ അധ്യാപകനാണ്. കാരണം ഒരു കുട്ടിയെ നമ്മൾ വാർത്തെടുക്കുകയാണ്. ഒരു സമൂഹത്തിലേക്ക് വേണ്ടി ഒരു കുട്ടിയെ നമ്മൾ ഏറ്റവും വലിയ നിലകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം ഏറ്റവും നല്ല അധ്യാപകനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഏറ്റവും നല്ല സർവീസാണ് അധ്യാപകൻ. ഇപ്പൊ ഈ സ്കൂളുകളിലായിക്കോട്ടെ, മാർഷൽ ആർട്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏറ്റവും നല്ല ഒരു ഫീൽഡ്, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ജോബാണ്. ഏറ്റവും നല്ലൊരു എന്താ പറയാ, നമുക്ക് ഒരു സർവീസും കൂടിയാണ് എന്ത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു അധ്യാപകൻ എന്നുള്ള ഫീൽഡ്. ഏറ്റവും നല്ല കുട്ടികളെയാണ്, ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ നമ്മൾ വാർത്തത്. അപ്പൊ ഒരു കുട്ടിക്ക് എന്താണോ ആവശ്യം അതായിരിക്കണം അധ്യാപകൻ കൊടുക്കേണ്ടത്. മനസ്സിനെ എപ്പോഴും കുട്ടികളുടെ കൂടെ, കുട്ടികളുടെ മനസ്സിനെ മനസ്സിലാക്കി കുട്ടികളുടെ കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും നല്ല അധ്യാപകരായിട്ട് മാറാൻ ശ്രമിക്കുക. ഈ കുട്ടികൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള വാക്കുകളായിരിക്കണം അധ്യാപകരെ കയ്യിൽ നിന്ന് വേണ്ടത്. ഏറ്റവും നല്ല വാക്കുകളിലൂടെയാണ് പുതിയ കുട്ടികൾ പുനർജനിക്കുന്നത്. അതായിരിക്കും ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ. അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ്, അധ്യാപകൻ പുതിയ സമൂഹത്തിനെ സൃഷ്ടിക്കുന്നതാണ്. വെളിച്ചം പകരുന്ന ആളുകളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വെളിച്ചം പകരുന്ന ആളുകളിൽ ഒരാളാണ് അധ്യാപകൻ. ആ അധ്യാപകന്റെ കരങ്ങളിലൂടെയാണ് പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല വിദ്യാർത്ഥികളായിട്ട്, നല്ല കുട്ടികളായിട്ട് പുതിയ സമൂഹത്തിനെ വാർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ട് ഓരോ ആളുകളും ക്ലാസ്സുകളും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഒരിക്കലും നമ്മുടെ തെറ്റായ ആശയങ്ങളോ നമ്മുടെ തെറ്റായ രീതികളോ ഒരാളെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമ്മുടെ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന ഈ വിഷയങ്ങളൊന്നും നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വയം ബുദ്ധിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനും അതിനോടനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒക്കെ നിങ്ങൾക്ക് സ്വയം കഴിവുള്ളവരാണ്, സ്വയം അറിവുള്ളവരാണ്. ഒരുപാട് കാലം നിങ്ങൾ പഠിച്ച ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും കിട്ടിയ ഒരുപാട് ഗുണങ്ങളുണ്ടോ. അത് ഗുണങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് ചേർത്തിണക്കിക്കൊണ്ടായിരിക്കണം കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. ഓക്കെ, അപ്പം പോയി നന്നായിട്ട് ശ്രദ്ധിക്കാം. നമുക്കറിയുന്ന പരിമിതമായ അറിവുകൾ, നമുക്ക് കഴിയുന്ന പരിമിതമായ അറിവ്, ഏറ്റവും കുറച്ച അറിവ്, ഒരുപാട് അറിവുകളില്ല, വളരെ പരിമിതമായ അറിവുകൾ വെച്ചാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അറിവുകൾ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പഠനങ്ങളിലേക്ക് എത്തിച്ചെല്ലണം. കൂടുതൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യം നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠനം അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഏതൊരു നിമിഷവും എത്ര കാലം വരെയാണ് ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ
അത്രയും കാലം വരെ അദ്ദേഹം പഠിക്കാൻ ഏത് മാസം ഏതൊരു അധ്യാപകർ പഠിക്കാൻ ശ്രമിക്കുക എത്ര വർഷകാലം നിങ്ങളെ മരണം വരെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും നല്ല പഠനത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. ഇതിൽ നിങ്ങളുടെ കണ്ടെത്തലിലൂടെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. പുതിയ തലമുറയെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളാക്കി മാറ്റാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സംഗതിയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗം. കുട്ടികളുടെ ലഹരി വസ്തു ഉപയോഗങ്ങൾ എപ്പോഴും അധ്യാപകര് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കുട്ടിയുടെ ആ ഒരു ഉപയോഗം ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ആ കുട്ടികൾക്ക് അത് എത്തുന്നത്, അതല്ലെങ്കിൽ ഏതെല്ലാം രീതികളാണ് ആ കുട്ടികളെ അടുപ്പിക്കുന്നത്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടോ, എന്തെങ്കിലും ഫിലിം കണ്ടിട്ടോ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടിട്ടോ അനുകരണശീലം ഏറ്റവും കൂടുതലുള്ള ചെറിയ മക്കളൊക്കെ ഏറ്റവും കൂടുതൽ അനുകരണശീലങ്ങളുള്ള ആളുകളായിരിക്കും. അപ്പം അതെല്ലാം കണ്ടിട്ട് അതിന്റെയൊക്കെ ദോഷങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി, അതിന് ദോഷങ്ങളുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ അധ്യാപകർക്ക് നന്നായിട്ട് കഴിയണം. അതിനൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ മക്കൾ കേൾക്കും, നിങ്ങളെ കുട്ടികൾ കേൾക്കും. നിങ്ങളെ സ്വന്തം കുട്ടികളെ പോലെ നിങ്ങൾ കാണുന്ന നിങ്ങളെ മക്കളെ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണമെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്നും വരേണ്ട വാക്കുകളെല്ലാം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് ആ ഗുണങ്ങൾ തരുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ വളരെയധികം സമാധാനത്തിലും വളരെയധികം എന്താ പറയാ സൈലന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ അറിവുകളാണ്. അപ്പൊ ആ അറിവുകൾ നിങ്ങൾക്ക് പോലെ തന്നെ നിങ്ങളെ കുട്ടികൾക്കും കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിപൂർണ ഉത്തരവാദിത്വം കാണിക്കാം. പല സുഖ സൗകര്യങ്ങളും നമ്മുടെ പല കാര്യങ്ങളിലായാലും പല വിഷയങ്ങളിലായിട്ട് എല്ലാ കുട്ടികളും പല സുഖങ്ങളിൽ നിന്നും അനുഭവിക്കുന്നവരായിരിക്കില്ല ഒരിക്കലും. നല്ല നല്ല രീതിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, കുറച്ച് മോശമായിട്ട് വരുന്ന കുട്ടികളുണ്ടാവും, അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരെല്ലാം നമ്മൾ ഒത്തുചേർത്ത് അതെല്ലാം ഒരു കൈ പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ നിന്നും മാത്രം, അതായത് നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ആ കയ്യിൽ നിന്നും മാത്രം നിങ്ങൾ ചോറ് കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളാണ് അവർക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടത്. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് അവർ പിന്നീട് പിന്നീട് അവര് മറ്റുള്ള തലമുറകൾക്ക് കൈമാറുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള അറിവുകളാണ് നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള അറിവ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഏറ്റവും നല്ല മനോഹരമായ വാക്കുകളിലൂടെ, ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ചിന്തകളിലൂടെ, ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ അനുസരണയോടുകൂടി കേൾക്കും. ഓക്കെ, ഒരു കുട്ടിയെ എപ്പോഴാണ് നമ്മളെ അനുസരിക്കാതിരിക്കുന്നതും അതല്ലെങ്കിൽ ഒരു കുട്ടി എപ്പോഴാണ് ഒരു അധ്യാപകനെ ധിക്കരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മളെല്ലാം നമ്മളെ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് അധ്യാപകർ എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും നല്ല വെളിച്ചം കൊടുക്കുന്ന ഒരാളായി മാറുക. ഒരിക്കലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, മാർഷൽ ആർട്സ് അധ്യാപകരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങളും അവരുടെ കൂടെ കൂടുക. അപ്പൊ കുട്ടികൾ എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ അധ്യാപകരെ ബഹുമാനിക്കേണ്ടതും വലിയ കുട്ടികളെ ചെറിയ മക്കളെ വലിയവരെ നമ്മൾക്ക് എങ്ങനെ ബഹുമാനിക്കാം, ചെറിയവരെ എങ്ങനെ സ്നേഹിക്കാം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ സമാധാനം ഏറ്റവും കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ, വലിയവൻ ചെറിയവൻ എന്നുള്ളതല്ല, മുതിർന്ന ആളുകൾ, പ്രായത്തിൽ മുതിർന്ന ആളുകൾ ആരൊക്കെയാണോ അവരാരായാലും അവരെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും കുട്ടികൾക്ക് തയ്യാറാണ്. എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അവരാരായാലും എന്തായാലും അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കുട്ടികൾക്ക് ഒരു കഴിവുണ്ടാവണം. അപ്പൊ അതിനൊക്കെ ഉണർത്തണമെങ്കിൽ എന്താണ് അധ്യാപകർ എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിൽ നിന്നും വരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു അധ്യാപക എന്താ പറയുക തയ്യാറെടുപ്പിനൊക്കെ നിൽക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും നല്ലൊരു മോട്ടിവേഷനാണ്. എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഡിഗ്രിയോ വാർഡ് കിട്ടാൻ പറ്റും, ഏറ്റവും നല്ല
കുട്ടിയെ എങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധ്യാപകർ ശ്രമിക്കുക. തന്റെ ശിഷ്യൻ അല്ലെങ്കിൽ തന്റെ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെക്കാൾ ക്യാമറയാകാനും തന്നെക്കാൾ ഉയരാൻ വേണ്ടിയുള്ള സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കൽ അധ്യാപകന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസ്റ്റേഴ്സും എല്ലാ അധ്യാപകരും എപ്പോഴും നിങ്ങൾ ഏറ്റവും നല്ല ഒരു അധ്യാപക ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. വളരെയധികം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം എന്താന്ന് വെച്ചാല് ഇതെല്ലാം ഒരു തത്വമുണ്ട്, ഒരു ബേസിക് ശാസ്ത്രമുണ്ട്. അതെല്ലാവരും ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ നാട്ടില് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും കുറച്ചു നേരം ചിന്തിക്കാം, ഒരുപാട് നേരം ചിന്തിക്കാം. ചേട്ടാ നമ്മളെല്ലാ പ്രോഗ്രാമും ഇന്നത്തെ കഴിഞ്ഞ് ഇനി നാളെ നമ്മള് രാവിലെ മൈസൂർക്ക് പോകും. അപ്പൊ അതിന്റെ മുമ്പായിട്ട് നമ്മൾ ഈ കൂർഗ് ഒന്ന് നൈറ്റ് വൈബ് പഠിക്കാം. ഓക്കെ അല്ലേ? യെസ്. മനോഹാരിത കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് ആദ്യം താഴെ പോവും അല്ലേ? അതോ ഭക്ഷണം കഴിക്കണം? ഏതാ വണ്ടിയിടാ? ഭക്ഷണം നമ്മുടെ അതേപോലെ അപ്പോ നമ്മള് ഡേ 2 ആണ്. കുശാൽ നഗറിൽ നിന്ന് നമ്മൾ അടുത്തത് മൈസൂരിലോട്ടാണ് പോകുന്നത്. അവിടെ പാലസ്, സൂ ഇതൊക്കെ നമുക്ക് കാണാനുണ്ട്. കൂട്ടത്തിൽ നമ്മളെ നല്ല അടിപൊളി ക്യാമ്പുകൾ ഉണ്ടാവും. ഓക്കെ.